ആലഫ് ഹെർബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഷിത്തണ്ട് ചെടി എന്നറിയപ്പെടുന്ന ഷൈനി ബുഷ് അല്ലെങ്കിൽ സ്ലേറ്റ് പെൻസിൽ പ്ലാന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സസ്യത്തിൻ്റെ വേരിന് മുകളിലുള്ള ഭാഗവും തണ്ടും ഇലയും ചതച്ചെടുത്തിട്ടുള്ള ജ്യൂസ് പലതരത്തിലുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പനി, കഫക്കെട്ട്, വൈറൽ ആയിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ കാലുവേദന, കൈവേദന, ആസ്മ, വജൈനൽ ഇൻഫെക്ഷൻ, ഇതിനെല്ലാം തന്നെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പാമ്പ് അതുപോലെ മറ്റ് വിഷാംശമുള്ള പ്രാണികളോ മറ്റോ കടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ സസ്യം മുഴുവനായിട്ട് ചതച്ച് അരച്ചിട്ടുള്ള പേസ്റ്റ് ആ കടിച്ച ഭാഗത്ത് തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ മഷിത്തണ്ട് ചെടിയുടെ ഇല മറ്റുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ വേവിച്ച് ഭക്ഷിക്കാവുന്നതുമാണ്. ആസാമിലെ ചില സ്ഥലങ്ങളിൽ ഈ സസ്യം ഉപയോഗിച്ചുണ്ടാക്കുന്ന പേസ്റ്റ് തൊലിപ്പുറത്തുണ്ടാകുന്ന പിമ്പിൾസ് അതുപോലെ വെള്ളപ്പാടുകളെല്ലാം തന്നെ മാറുവാനായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. പൈപ്രീസിയ ഫാമിലിയിൽ ഏകദേശം 3600-ലധികം സസ്യങ്ങളുണ്ട്. അതിൽ മിക്ക സ്പീഷീസുകളും അവയുടെ ചികിത്സാ പ്രഭാവം കൊണ്ട് തന്നെ പലതരത്തിലുള്ള ശ്രദ്ധ നേടിയിട്ടുണ്ട്. ആസ്മ, മൈക്രോബിയൽ ഇൻഫെക്ഷൻ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ പല സസ്യങ്ങളെയും ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ മഷിത്തണ്ട് ചെടിയെ ഏഷ്യൻ, ആഫ്രിക്കൻ, സൗത്ത് അമേരിക്കൻ പാരമ്പര്യ ചികിത്സാ രീതിയിൽ പലതരത്തിലുള്ള നേത്രരോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ടും കാറ്ററാക്റ്റിൻ്റെ ചികിത്സയ്ക്കായിട്ടെല്ലാം ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ഇത് പാകം ചെയ്യാതെയോ അല്ലാതെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഹെർബൽ ടീസ്, സാലഡ്, തോരൻ അതുപോലെയുള്ള മറ്റ് പല ഡിഷസും ഉണ്ടാക്കാവുന്നതാണ്. ചില പഠനങ്ങൾ പറയുന്നത് അലർജിയുള്ള ആൾക്കാരും അതുപോലെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ സസ്യം അധികമായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. കാരണം ആസ്മ പോലുള്ള പല സിംറ്റംസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മഷിത്തണ്ട് ചെടിയെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അടുത്ത ദിവസം മുതൽ എല്ലാ ദിവസവും കർക്കിടക മാസത്തിലെ ഔഷധ കന്നിക്കൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഔഷധങ്ങളെക്കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ടാവും. എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്